പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം നടന്നു. പ്രശസ്ത ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ പുസ്തക പ്രകാശനം പ്രശസ്ത ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. മുൻ എം പി അഡ്വക്കേറ്റ് എം ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രജിത, വൈസ് പ്രസിഡന്റ് ദീപ സജീബ്, തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബു, വൈസ് പ്രസിഡന്റ് അംബിക ശശിധരൻ, അഡ്വക്കേറ്റ് വി മനോഹരൻ വൈക്കം, ആർട്ടിസ്റ്റ് എ കെ ഗോപിദാസ്, സിനിമാ സംവിധായകൻ കനകരാഘവൻ എന്നിവർ പങ്കെടുത്തു. മോഹൻകുമാറിൻ്റെ അവതാരിക അതുപ്രകാരവും ഇദ്ദേഹത്തിൻ്റെ പി എസ് സത്യാഗ്രഹൻ്റെ മനസ്സും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു ഓണപ്പാട്ട് തുടങ്ങുകയാണ് ഈ പുസ്തകം. ഓണപ്പാട്ടിലൂടെ അദ്ദേഹം അയ്യപ്പനിലേക്ക്, ഭക്തിഗാനങ്ങളിലേക്ക് എത്തിയ അയ്യപ്പൻ എന്ന് വെച്ചാൽ ജീവിതം ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നതിനെ ഭേദം ഓണമൊക്കെ ഉണ്ടാകും. പക്ഷേ ക്രമേണ നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് വന്ന് ഒരുമിച്ച് ജീവിച്ച് ഒറ്റയ്ക്ക് പോവുക എന്നുള്ളൊരു ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ചപ്പോൾ. കാര്യം നമുക്ക് പലർക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പേടിയാണ്. ഒരു പള്ളിയിലച്ഛൻ കുർബാനയ്ക്കിടയിൽ ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? അപ്പോൾ എല്ലാവരും കൈപൊക്കി ഒരുമിച്ച് ധൃതിയിൽ. അടുത്ത ചോദ്യം, ആർക്ക് ആദ്യം പോകണം? ആരും കൈപൊക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ, നമ്മളാരും മരണം വന്ന മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കണമെന്ന കൊതി നമുക്ക് കൂടുക. അപ്പോൾ അതേപോലെ ഏറ്റവും ഒരു എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയെ മനസ്സിലേക്ക് പോകാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണപ്പാട്ടിൽ തുടങ്ങി ആഘോഷത്തിൽ തുടങ്ങിയ ജീവിതം അവസാനത്തെ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എല്ലാ ആശ്രയവും കഴിയും, എല്ലാ ആഘോഷവും കഴിയുമ്പോഴാണ് ഈ വയസ്സാകാലത്ത് എല്ലാവർക്കും ഈശ്വരവിശ്വാസം വരുന്നത്. ഞാൻ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എൻ്റെ നാട്ടിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു ഒറ്റൊരു കാര്യം, ഞങ്ങളെല്ലാം സുരക്ഷിതരാണ്. കാര്യം എൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പെൻഷൻ മതി എനിക്ക് ജീവിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഓരോ പൗരനും അങ്ങനെ സുരക്ഷിതരാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ജീവിതം ആസ്വദിച്ച് തീർക്കും. ഇവിടെ നമ്മളങ്ങനെയല്ല. നമ്മൾ ജീവിതമൊട്ട് ആസ്വദിക്കുകയില്ല. എടുക്കുകയാണെങ്കിൽ ലോണും എടുത്ത് ജീവിച്ച് അവസാനം അത് അടച്ചു തീർക്കേണ്ട ബാധ്യതയിൽ വിരമിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ അങ്ങനെ കൊണ്ട് കളഞ്ഞ് ആധിയിലൂടെ ജീവിച്ചു പോകുന്നവരാ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധം നമ്മളെ പൗരന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർക്കതല്ല. അപ്പോൾ ആ സുരക്ഷിതത്വം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ ഈ ആധ്യാത്മിക പാത സ്വീകരിക്കുന്നത്.